നിനക്ക് ഇത്ര ധൈര്യമോ ഞങ്ങളോട് ചോദിക്കാതെ നീ ജോലിയുടെ ഇന്റർവ്യൂവിന് പോയത്? എവിടെയും പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? വീട്ടിൽ ഇരുന്നേ വീട്ടിലെ ജോലി ചെയ്താൽ മതി. പോയി അകത്ത് പോയിട്ട് എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തോണ്ട് വാ. പെട്ടെന്നാവട്ടെ, അവള് ജോലി നോക്കുന്നു. എന്തോ ആഗ്രഹമാണ്. ഓ ഹോ, എന്ത് സഹോദരിയാ. സഹോദരിമാരിങ്ങനെയൊന്നും അല്ലാന്നാ ഞാൻ കേട്ടേക്കുന്നത്. ഇവൾ എപ്പോ പോയാലും എനിക്ക് ഓർഡർ തന്നിട്ടേ പോകുള്ളൂ. എന്ത് കഷ്ടമാ. എന്നെ ഒരു വേലക്കാരിയാക്കി മാറ്റി. എപ്പോ നോക്കിയാലും അവളുടെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോണ്ട് വരും. സുമൻ ഇതുപോലെ എപ്പോഴും അവൾക്ക് ഓർഡർ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പായലിന്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരും. ചേച്ചി, പായലിനെ ഒന്ന് വിളിക്കോ? സിനിമ കാണാൻ സമയമായി. ഒരാവശ്യവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത്, അവൾക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. അവൾ എന്തായാലും നിങ്ങളുടെ കൂടെ വരാൻ പോണില്ല. അവൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോ. കുറച്ചു നേരം കഴിഞ്ഞ് പായൽ ഒരുങ്ങിയിട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും, ഇത്രയും നേരമായിട്ട് നേഹ വന്നില്ലല്ലോ. വന്നിരുന്നു, ഞാൻ അവളെ ഓടിച്ചു വിട്ട്. എന്താ? പക്ഷെ എന്തിനാ ചേച്ചി? ഓ, സിനിമ കാണാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണല്ലേ. അമ്മയോട് ഈ കാര്യം നീ ചോദിച്ചിരുന്നോ? അതൊന്നും ചെയ്ത് കാണത്തില്ല. ഇപ്പൊ നിനക്ക് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ലാന്നായി കാണും അല്ലേ? നീ വെയിറ്റ് ചെയ്യേ, ഞാൻ അമ്മനെ വിളിക്കാം. അമ്മ, അമ്മ. എന്തു പറ്റി മോളെ? അമ്മ, ഈ പായലേ കൂട്ടുകാരുടെ കൂടെ സിനിമ കാണാൻ പോവായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ അവൾ എന്നെ കണ്ണു തീർപ്പിച്ച് കാണിക്കുക. അമ്മയ്ക്ക് വല്ല അറിയാം അവിടെ എന്തുമാത്രം വൃത്തിയായിട്ട പയ്യന്മാര് വരുമെന്ന്? എവിടെയും പോകണ്ട, ഒരാവശ്യവും ഇല്ല. ചെല്ല്, മുറിയിലോട്ട് പോ നീ. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ സുമന്റെ വിവാഹം കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പായലിനോട് അവൾ അതുപോലെ തന്നെയായിരുന്നു. അവൾ അവിടെ ഉള്ളത് കൊണ്ട് പായലിന് എവിടെയും പോകാനും പറ്റത്തില്ല. എപ്പോഴും അവൾ മേലൊരു കണ്ണായിരിക്കും. അങ്ങനെ അവളുടെ ചേട്ടൻ നകുലിന്റെ വിവാഹവും കഴിഞ്ഞ് ശീതൾ എന്ന ചേട്ടത്തി അമ്മ വീട്ടിലേക്ക് വന്നു. വരൂ ചേട്ടത്തി, അകത്തോട്ട് വരൂ. ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചേട്ടത്തി. ഓഹോ, നീ പറയണ കേട്ട വലിയ ഫിലിം സ്റ്റാർ ഇവിടെ വന്ന പോലെയാണല്ലോ. ഈ വീട്ടിലെ മരുമകളാന്ന് പറഞ്ഞാൽ അധികം തലയെ കയറ്റി വെക്കണ്ട. ശീതളിന് വീട്ടിലെത്തിയപ്പോ തന്നെ രണ്ടുപേരുടെ സ്വഭാവം ശരിക്കും അങ്ങ് മനസ്സിലായി. ഓ ചേട്ടത്തി, പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ തീർക്ക്. നാളെ രാവിലെയും വേറെ ജോലി ഉള്ളതാ. വീട് മുഴുവൻ വൃത്തിയാടേ കിടക്കുക. ഷോ, എനിക്കാണെ വയ്യ, ക്ഷീണിച്ച് ഓടി ഓടി. ചേച്ചി, ചേട്ടത്തിയമ്മ ഈ വീട്ടിൽ പുതിയതല്ലേ, അവരത് എൻജോയ് ചെയ്തോട്ടെ. ജീവിതകാലം മുഴുവനും ജോലി ചെയ്യേണ്ടതല്ലേ എന്തായാലും. ഓ, നീ അവളെ ഇനി നിന്നെപ്പോലെ ആക്കുമായിരിക്കും. നാളത്തെ ജോലിയിൽ ഒരു തടസ്സവും എനിക്ക് പാടില്ല, ഓർമ്മ ഉണ്ടാവണം. അമ്മേനെ ഇനി ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ ജോലി ഏറ്റെടുത്തോണം. ഇത് പറഞ്ഞു സുമൻ അവിടുന്ന് പോയി. ചേച്ചി പറഞ്ഞ കാര്യം കേട്ട് പായൽ പേടിച്ചുപോയി. അവളുടെ വിഷമിച്ചിരിക്കണ മുഖം കണ്ട് ശീതൾ അവളോട് പറഞ്ഞു, പേടിക്കണ്ട ചേച്ചി, ഞാനില്ലേ, ഒട്ടും വിഷമിക്കണ്ട. ചേട്ടത്തിനെ സിസ്റ്റർ ഇൻ ലോ എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന്റെ അർത്ഥം ഞാനും നിന്റെ ചേച്ചിയാണെന്ന്, മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ തോന്നുന്നു അത് എന്റെ അടുത്ത് ഷെയർ ചെയ്യാം. ചേട്ടത്തിയുടെ ഈ സോഫ്റ്റായ സ്വഭാവം കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രാവിലെ ആയപ്പോ രണ്ടുപേരും കൂടെ ചേർന്ന് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു. ശീതൾ അവിടെ എല്ലാവർക്കും ആഹാരം വെച്ചു. പായൽ ആ വീട് മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്തു. കുറച്ചാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവളും ചേട്ടത്തിയുമായി നല്ല കൂട്ടായി. ചേട്ടത്തി, എനിക്കിപ്പോഴാണ് ചേച്ചി എന്താണെന്ന് മനസ്സിലായത്. എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് സഹോദരിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലായി, ഇങ്ങനെയാണ് സഹോദരി. ക്ഷീണമായി കാണില്ലേ? വിശക്കുന്നുണ്ടാവുമല്ലേ? എല്ലാവരുടെ കൂടെ അങ്ങ് ഇരുന്നോ, ഞാൻ ആഹാരം വിളമ്പിത്തരാം. അത് വേണ്ട ചേട്ടത്തി, ഒറ്റയ്ക്ക് എങ്ങനെയെല്ലാം ചെയ്യണത്? ചേട്ടത്തിയും ക്ഷീണിച്ചില്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വിളമ്പാം. എന്നിട്ട് ഒരുമിച്ചിരുന്ന് എല്ലാവരുടെ കൂടെ ആഹാരം കഴിക്കാം. അവര് തമ്മിൽ നല്ല കൂട്ടായി. ശീതൾ എപ്പോഴൊക്കെ മാർക്കറ്റിൽ പോകുമോ അപ്പോഴൊക്കെ പായലിനെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. ചേട്ടത്തിയായിരുന്നു എന്റെ ശരിക്കുള്ള ചേച്ചി കഴിഞ്ഞ ജന്മത്ത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അറ്റാച്ച്മെന്റ് ചേട്ടത്തിയോട്. ഒരു കാര്യം ചോദിക്കട്ടെ, സുമൻ ശരിക്കും സ്വന്തം ചേച്ചിയല്ലേ? എന്നിട്ടും പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പുള്ളിക്കാരി പണ്ടേ അങ്ങനെയാ. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ, ടീച്ചർ ആവാൻ. പക്ഷെ എനിക്ക് ജോലിക്ക് പോവാൻ അനുവാദമില്ല. ഒരു കുഴപ്പമില്ല, സമയം ഇപ്പോഴും ഉണ്ടല്ലോ. നീ നിന്റെ ചിറക് വീശിക്കോ, പറക്കാൻ റെഡി ആയിക്കോ. പക്ഷെ ചേച്ചിയും ബാക്കിയുള്ളവരോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വീട് നോക്കാൻ ഇപ്പൊ ഞാനുണ്ടല്ലോ അമ്മേ. അതുകൊണ്ട് പായൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യട്ടെ, എന്തിനാ തടയണത്? ഇപ്പോഴത്തെ ലോകത്ത് ആണും പെണ്ണും എന്നും വ്യത്യാസമില്ലല്ലോ, രണ്ടുപേരും ജോലി ചെയ്യട്ടെ. പറയൂ സുമൻ ചേച്ചി, പെണ്ണുങ്ങള് ജോലി ചെയ്യാത്ത ഏത് സ്ഥലമാ ഉള്ളത്? സ്ത്രീകള് പുറത്തുപോയി ജോലി ചെയ്താ അവര് നശിക്കുമെന്നൊന്നും ഇല്ലാട്ടോ. സുമൻ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലായി. അവൾ പായലിനോട് ക്ഷമ ചോദിച്ചു. എല്ലാരും പായലിനെ ജോലിക്ക് വിടാനും സമ്മതിച്ചു. താങ്ക് യു സോ മച്ച് ചേട്ടത്തി. ചേട്ടത്തി ഉള്ളതുകൊണ്ട് ഇതെല്ലാം പോസിബിൾ ആയത്. ശരിക്കും സ്വന്തം ചേച്ചിയെക്കാളും ചേട്ടത്തി എനിക്ക് സ്നേഹം തന്നു. ഇതിനെന്തിനാ നന്ദി? പോയിട്ട് വാ, നിന്റെ ചിറകെടുത്തങ്ങ് വീശ്, എന്നിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണു പായൽ. പായലിന് ഒരുപാട് സന്തോഷം. നല്ലൊരു ചേട്ടത്തിയമ്മയാണ് അവൾക്ക് കിട്ടിയത്. എല്ലാം അവൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു.
ചേട്ടത്തി, ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. എനിക്കും പോകണമെന്ന് തോന്നുന്നു. ചേട്ടത്തി, ഞാനും പൊയ്ക്കോട്ടെ? 5000 രൂപ തരാമോ? എന്റെ ദൈവമേ, 5000 രൂപയോ? അതിന് എന്തോരം വീട്ടു സാധനങ്ങൾ വാങ്ങാം. നീ ഗോവയിലൊന്നും പോകണ്ട. മിണ്ടാതെ വീട്ടിലിരുന്ന് വീട്ടുജോലി ചെയ്തോണ്ടിരുന്നോ. ഇന്നാ ഈ തുണിയെല്ലാം കൊണ്ടുപോയി മടക്കി വെക്ക്. എന്നാൽ ചേട്ടത്തി, കോളേജിൽ പോകാൻ സമയമായി. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് മടക്കി വെക്കാം. ഓ, നീ പഠിച്ചിട്ട് ഇനി കളക്ടർ ആവാൻ പോവുകയാണോ? കല്യാണം കഴിഞ്ഞാലും വീട്ടുജോലിയല്ലേ ചെയ്യേണ്ടത്? പോയി വീട്ടിലെ ജോലിയെല്ലാം ചെയ്. അതിനുശേഷം ശിവാനി അന്ന് കോളേജിൽ പോകുന്നത് നിർത്തി എല്ലാ തുണിയും അയൺ ചെയ്തുകൊണ്ടേയിരുന്നു. ശിവാനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു. ശിവാനി ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു. എന്നാൽ ചേട്ടന്റെ വീട്ടിൽ അവളെ ശരിക്കും നോക്കിയിരുന്നതേയില്ല. അടുത്ത ദിവസം രാവിലെ ശിവാനി കോളേജിൽ പോയപ്പോൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ് അവളോട് ചോദിച്ചു, ശിവാനി, നീ എന്താ കോളേജിലേക്ക് വരാത്തത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നെന്നറിയാമോ? ഒന്നുമില്ല ആകാശ്, അത് വീട്ടിൽ കുറെ ജോലി ഉണ്ടായിരുന്നു. ജോലി കൂടുതലായിരുന്നോ അതോ നിന്റെ ചേട്ടത്തി വിടാത്തതാണോ? അതെ ആകാശ്, ചേട്ടത്തിയാണ് കോളേജിൽ വിടാത്തത്. ഞാൻ കോളേജിൽ പഠിക്കുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമല്ല. ഇനി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ ചിന്തിച്ചാലും അവർ എന്നെ വെറുതെ ഇരിക്കാൻ വിടാതെ ജോലികൾ തരും. ഇതെല്ലാം എന്താ നീ ചേട്ടനോട് പറയാത്തത്? ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ചേട്ടത്തിയെ പോലെ ചേട്ടനും എന്നും എന്നോട് വഴക്കിടും. കല്യാണത്തിന് മുൻപ് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ചേട്ടത്തി എന്നാണോ വീട്ടിൽ വന്നത് അന്നു മുതൽ സ്നേഹമെല്ലാം പോയി. ശിവാനി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ആകാശ് ഒരുപാട് വിഷമിച്ചു. കാരണം മനസ്സിലവൻ ശിവാനിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ശിവാനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കോളേജിലെ ബെല്ലുമടിച്ചു. ആകാശ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ശരി, വേഗം വാ, കൃപ ടീച്ചറിന്റെ ലെക്ചർ തുടങ്ങിയിട്ടുണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ വഴക്ക് പറയും. അതിനുശേഷം ശിവാനിയും ആകാശും ചിരിച്ചുകൊണ്ട് ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ നാളുകളും കടന്നു. ഒരു ദിവസം ആകാശ് ശിവാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോയി. ശിവാനി കാറിൽ നിന്നിറങ്ങുന്നത് അവളുടെ ചേട്ടത്തി കണ്ടു. ശിവാനി വീട്ടിൽ പോയതും അവളോട് ചോദിച്ചു, ഇപ്പോഴാണോ വീട്ടിലേക്ക് വരേണ്ടത്? നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? ചേട്ടത്തി, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? 1 മണിക്കൂറല്ലേ ലേറ്റായുള്ളൂ. ഞാനിത് 1 ദിവസം കഴിഞ്ഞ് വന്നതുപോലെയാണല്ലോ. എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? ഇന്ന് 1 മണിക്കൂറിന് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നാളെ നീ 2 ദിവസത്തേക്ക് തിരിച്ചു വരില്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി താ. ചേട്ടത്തി, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാമാ. ഞാൻ ലൈബ്രറിയിൽ പഠിക്കുകയായിരുന്നു. വീട്ടിൽ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ജോലി തന്നുകൊണ്ടേയിരിക്കും. ഓഹോ, അതാണോ കാര്യം? നീ കാരണങ്ങൾ നാക്കിന്റെ തുമ്പിൽ വച്ചിരിക്കുകയാണല്ലോ. നിന്നെ ഇറക്കി വിട്ടിട്ട് പോയില്ലേ ആ ചെക്കൻ? ആരാ അവൻ? കോളേജിൽ എന്റെ കൂടെ പഠിക്കുന്നതാ. ഇന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാ അവനെ ഡ്രോപ്പ് ചെയ്തത്. വരുംതോറും നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. ഇന്ന് ആരുടെ കൂടെയോ നീ കാറിലിറങ്ങി. നാളെ ആരെയെങ്കിലും കെട്ടിക്കൊണ്ടുവരും. ഞങ്ങളുടെ അഭിമാനം എന്താകും? ഇന്ന് നിന്റെ ചേട്ടൻ വരട്ടെ. ചേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. ശിവാനി തന്റെ ചേട്ടത്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ചേട്ടത്തി ഒന്നും കേട്ടതേയില്ല. അവളുടെ ചേട്ടൻ വന്നതും എല്ലാം പറയണമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ മയങ്ക് വീട്ടിൽ വന്നതും അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശിവാനി എന്നത്തെയും പോലെ പുറപ്പെട്ട് കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ചേട്ടൻ മയങ്ക് അവളെ തടഞ്ഞു. ശിവാനി, ഇനി നീ കോളേജിലേക്ക് പോകണ്ട. എന്നാൽ എന്താ ചേട്ടാ? എനിക്കിന്ന് എക്സാം ഉണ്ട്. പഠിച്ചതൊക്കെ മതി. വീട്ടിലിരുന്ന് വീട്ടുജോലികൾ പഠിക്ക്. നീ ഞങ്ങളെ അപമാനപ്പെടുത്തുന്നതിന് മുൻപ് നിന്നെ ഞങ്ങൾ കല്യാണം ചെയ്ത് അയച്ചോളാം. കല്യാണമോ? ഇത്രയും പെട്ടെന്നോ? പറ്റില്ല ചേട്ടാ. എന്റെ പഠിത്തം കഴിഞ്ഞാലേ ഞാൻ ആരെയും കല്യാണം കഴിക്കൂ. ശിവാനി, നിനക്കറിയാമല്ലോ, ഞാൻ ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തതാ. നാളെ വൈകുന്നേരം നിന്നെ കാണാൻ വരും. നീ റെഡി ആയിക്കോ. വേഗം നിനക്ക് കല്യാണമാ. ശിവാനി ചേട്ടനെ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മയങ്ക് അവൾ പറയുന്നത് കേട്ടതേയില്ല. കോളേജിലിരുന്ന ആകാശ് ശിവാനി എപ്പോൾ വരുമെന്ന് കാത്തിരുന്നു. എന്നാൽ എക്സാം ഹോളിലേക്ക് ശിവാനി വരാത്തതുകൊണ്ട് ആകാശും എക്സാം എഴുതാതെ അവിടെ നിന്നും വെളിയിലേക്ക് പോയി. എക്സാം കഴിഞ്ഞതിനു ശേഷം ശിവാനിയുടെയും ആകാശിന്റെയും ഫ്രണ്ട് ഒരാൾ ആകാശിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ആകാശ്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എക്സാം എന്താ എഴുതാത്തത്? നിധി, ഇന്ന് ശിവാനി കോളേജിലേക്ക് വന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നീ അവളുടെ വീട്ടിലേക്ക് പോയി എന്ത് പറ്റിയെന്ന് നോക്കിട്ട് വരാമോ? ശരി, ഞാൻ പോയി നോക്കിയിട്ട് പറയാം. എന്നാൽ ഒരു കാര്യം പറ, ശിവാനിയെ നീ സ്നേഹിക്കുന്നു എന്ന് എന്താ നീ പറയാത്തത്? നീ പറഞ്ഞത് ശരിയാ. ശരി, നീ അവളോട് പറ, നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി. അപ്പോൾ നിധി ശിവാനിയുടെ വീട്ടിലേക്ക് പോയി ആകാശ് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ശിവാനി ആകാശ് പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് പോയി സംഭവിച്ച എല്ലാ കാര്യവും പറഞ്ഞു. ആകാശ്, എനിക്ക് ഇഷ്ടമല്ലാതെ എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയും കല്യാണം കഴിഞ്ഞ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. അയാൾക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ എന്താ അങ്ങനെ ചെയ്യുന്നത്?
കാരണം അയാൾക്ക് ഒരുപാട് പണമുണ്ട്. എന്നെ ആ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ അതിനുശേഷം ചേട്ടനും ചേട്ടത്തിക്കും ചിലവ് വരില്ല എന്ന് കരുതുന്നു. നിധി എല്ലാം എന്നോട് പറഞ്ഞു. ഈ ചതുപ്പ് നിലത്തിൽ നിന്നും നിനക്ക് വെളിയിൽ വരണമെങ്കിൽ നീ നിന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വരണം. എന്നാൽ ഞാൻ അതിനുശേഷം എവിടെ പോകും? ചേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് ഈ ലോകത്ത്? നീ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ സത്യമാ പറയുന്നത്. നിനക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കാം. ഇല്ല ആകാശ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടിലുള്ളവർ എന്ത് കരുതും? ഒരു കാരണവുമില്ലാതെ വന്നാൽ ഇല്ല, അത് ശരിയാവില്ല. ശിവാനി, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലാണ്. ദൈവത്തിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നോട് കള്ളം പറയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവിതം മുഴുവനും നിന്റെ കൂടെ തന്നെ കാണും. എന്നെ കല്യാണം കഴിക്കാമോ? ശിവാനി, നിന്നെ ലൈഫ് ലോങ് ഞാൻ നന്നായി നോക്കാം. ഇത് ദൈവത്തിന്റെ മുൻപിൽ വെച്ചാ ഞാൻ പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ നോക്കാം. നിന്റെ കണ്ണ് കലങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ആകാശ് പറയുന്നത് കേട്ട് ശിവാനിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് ആകാശ് കുറച്ച് കുങ്കുമമെടുത്ത് അവളുടെ നെറ്റിയിലത് തൊട്ടു. ആകാശിന്റെ വാക്കുകൾ ശിവാനിയെ നേടി. കാരണം അവളുടെ ജീവിതത്തിൽ ഒരാളും അവളെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അതിനുശേഷം ശിവക്ഷേത്രത്തിൽ അഗ്നിസാക്ഷിയായി രണ്ടുപേരുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ശിവാനി ആകാശിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കണ്ട് അവളുടെ ചേട്ടത്തി നെഞ്ചത്ത് കൈവച്ചടിച്ച് കരഞ്ഞു. അയ്യോ ദൈവമേ, ഈ പെങ്കൊച്ച് ചെയ്ത ജോലി കണ്ടോ? നാളെ നമ്മൾ എങ്ങനെ തലപൊക്കി നടക്കും? ഞാൻ പേടിച്ചതുപോലെയായി. ഈ പെണ്ണ് എന്നെ നാണം കെടുത്തി. അങ്ങനെയാണോ? നിങ്ങൾ ആ വയസ്സായ കിഴവൻ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അത് തെറ്റുമല്ല, നാണക്കേടുമല്ല. എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതിൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുമല്ലേ? ശിവാനി, നീ ചെയ്തത് തെറ്റാ. വീട്ടിൽ നിന്ന് വെളിയിൽ പോ. ഇനി നിന്റെ മുഖം കാണാനേ എനിക്കിഷ്ടമല്ല. ഇന്നു മുതൽ നീ മരിച്ചു കഴിഞ്ഞു. ചേട്ടത്തി എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്നു മുതൽ ഞാനിവിടെ മരിച്ചതുപോലെയാ. അത് പറയാൻ കുറച്ച് വർഷങ്ങളായി, അത്രയുള്ളൂ. അതിനുശേഷം ആകാശ് ശിവാനിയെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കാറിലിരുന്ന് ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, നിനക്ക് പേടിയാവുന്നില്ലേ? എനിക്ക് പേടിയാകുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും നമ്മൾ കല്യാണം കഴിച്ചത് കണ്ട് എന്തു പറയും? നമ്മളെ അവർ അംഗീകരിക്കുമോ? നീ ഒന്നോർത്തും വിഷമിക്കണ്ട. ദൈവം നമുക്ക് നല്ലതേ വരുത്തൂ. വീട്ടിലേക്ക് പോയപ്പോൾ ആകാശ് കാറിൽ നിന്നിറങ്ങി ശിവാനിക്ക് ഡോറും തുറന്ന് വെളിയിലേക്ക് വാ എന്നും പറഞ്ഞു. ശിവാനി പേടിച്ച് വീട്ടിലേക്ക് ആകാശിന്റെ കൂടെ പോയപ്പോൾ പെട്ടെന്ന് അവരുടെ നേരെ പൂക്കളുടെ മഴ വീഴാൻ തുടങ്ങി. അതുമല്ലാതെ അമ്മയും അച്ഛനും രണ്ടുപേരും ആരതിയും പിടിച്ച് വെളിയിലേക്ക് വന്നു. ശിവാനി അതെല്ലാം കണ്ട് ഒരുപാട് ഷോക്കായി. ആകാശിന്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ശിവാനിയെ സ്വീകരിച്ചു. മരുമകളായി വന്നതും അവൾക്ക് സ്വർണവളയും ഇട്ടുകൊടുത്തു. ശേഷം ആകാശും ശിവാനിയും അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, ഇപ്പോഴെങ്കിലും പറയൂ, എന്താ ഇതൊക്കെ? നിന്റെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം, ഞാൻ എല്ലാം പറയാം. എന്റെ അച്ഛനോടും അമ്മയോടും നിന്നെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് എന്നോട് പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി. നിന്നെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം ഇവർ തന്നെയാണെന്ന് ഞാൻ പറയും. ഓഹോ, അതാണോ ഞാൻ ക്ഷേത്രത്തിൽ മറുപടി പറയുന്നതിന് മുൻപ് നീ എന്റെ നെറ്റിയിൽ പൊട്ടുതൊട്ടത്? അപ്പോൾ എനിക്ക് വേറൊരു മാർഗവുമില്ലാത്തതുകൊണ്ടല്ലേ? എന്റെ അച്ഛനും അമ്മയും രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരാണ് വീട് ക്ലീൻ ചെയ്തത്. നമുക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സും ഇതും അവരുടെ ഐഡിയയാണ്. ആകാശ്, നിന്റെ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണ്. എന്റെ അച്ഛൻ അമ്മ എന്ന് പറയണ്ട. ഇവർ നിനക്കും അച്ഛനും അമ്മയും പോലെയാണ്. അതെ അതെ, നമ്മുടെ അച്ഛനും അമ്മയും നല്ലവരാ. അങ്ങനെ രണ്ടുപേരും അവരുടെ പഠനവും പൂർത്തിയാക്കി. പിന്നെ അവർക്ക് ഒരു MNCയിൽ ജോലിയും കിട്ടി. Thanks for watching.